തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടർ മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ പ്രഭാതവന്ദനവും സ്നേഹവന്ദനവും അറിയിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളുള്ള ദൈവജനം കർത്താവിനെ ഓർക്കുകയും ഓർത്ത് ആരാധിക്കുകയും ചെയ്യുന്നതായ ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ പ്രഭാതത്തിൽ നിങ്ങളോട് ചേർന്ന് ഒരു ചെറിയ ചിന്ത പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വിശേഷാൽ ഈ വർഷത്തിൻ്റെ അവസാന വിശുദ്ധ ദിവസമാണ്, സൺഡേ ആണ്. ഇനി നമുക്ക് ഈ വർഷത്തിൽ ഒരു സൺഡേ ഇനി നമുക്ക് ലഭിക്കുന്നതല്ല. അതുകൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് പോകുന്നത് ലൂക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 23-ാം അധ്യായം 39 മുതൽ ചില വാക്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. നിങ്ങൾ ദയവായി ശ്രദ്ധിക്കുമല്ലോ. 39-ാമത്തെ വാക്യം മുതൽ 43-ാമത്തെ വാക്യം വരെ നമുക്ക് കാണാണ്ട് കഴിയും. അത് വായിക്കാം. ഇവൻ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശുവിനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. ഇവിടെ ഈ വേദഭാഗത്തിലൂടെ ചില കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കള്ളൻ്റെ അപേക്ഷയാണ് നാം വായിച്ചു കേട്ടത്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതകാലത്ത് അനേക ആത്മീയ ശുശ്രൂഷകളും കാര്യങ്ങളും എല്ലാം നടത്തി തൻ്റെ ജീവിതത്തിൻ്റെ 33.5 തിരുവയസ്സിൽ താൻ കാൽവറിയിലെ ക്രൂശിലേക്ക് നീങ്ങുകയാണ്. ആ നിലയിൽ 2 കള്ളന്മാരാണ് യേശുവിൻ്റെ ഇടത്തും വലത്തുമായിട്ട് ക്രൂശിക്കപ്പെട്ടിരിക്കുന്നത്. ക്രൂശിൻ്റെ ഇരുവശങ്ങളിലായി അവർ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നവരെ കുറിച്ച് അല്പമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പുറമേ മാത്രം നോക്കിയാൽ അവരെല്ലാവരും ഒന്നുപോലെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതാണ്ട് ഒരു സായാഹ്നത്തിൽ എത്തിയിരിക്കുകയാണെന്ന് തോന്നിപ്പോവും. എന്നാൽ ആ ക്രൂശുകൾ വിവിധ നിലകളെയാണ് വ്യക്തമാക്കുന്നത്. ഇവിടെ ഒരു വ്യക്തി ഇതരുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റു 2 പേരാകട്ടെ അവരുടെ അനുഭവിച്ച തെറ്റിന് വേണ്ടി ക്രൂശിക്കപ്പെടുകയാണ്. അപ്പോൾ ക്രൂശിന് ചുറ്റുമായിട്ട് അകന്നു നിൽക്കുന്ന ആ കാണികളെയും പ്രധാനികളെയും പുരോഹിതന്മാരും അതുപോലെ തന്നെ മറ്റുള്ളതായ നല്ല അസ്ത്രങ്ങൾ തൊടുത്തുവിടുന്ന ആളുകളൊക്കെ നമുക്ക് കാണാണ്ട് കഴിയും. അതെല്ലാം നമ്മുടെ കർത്താവിൻ്റെ ഹൃദയത്തെ തകർക്കുന്നുണ്ട്. അപ്പോൾ അവരോട് ചേർന്ന് ശിക്ഷാവിധിയിൽ തുല്യ ദുഃഖിതരായിരിക്കുന്ന കള്ളന്മാരും നമ്മൾ വായിക്കുന്നത് അവനെ ദുഷിച്ചു അല്ലെങ്കിൽ നിന്ദിച്ചു എന്ന് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട് 15:32. പിന്നെ പിന്നത്തേതിൽ എന്ത് ചെയ്തു? അവരിൽ ഒരുവൻ അനുദപിക്കുവാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ആ അനുതാപം വന്ന കള്ളന് എന്ത് ചെയ്തു? അവൻ്റെ ആ ജീവിതത്തിലുണ്ടായ പാപപ്പിഴകൾ, അവൻ ചെയ്തതായ അതിക്രമങ്ങൾ, ഇതെല്ലാം ക്ഷമിച്ചു കിട്ടുവാനായിട്ട് കേവലം ഒരു നിമിഷം മാത്രം മതിയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ അനുദപിച്ച കള്ളനെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് കൊണ്ട് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇന്നും ക്രൂശിൻ്റെ വചനം ഘോഷിക്കുന്ന സന്ദർഭങ്ങളിൽ ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയുമാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്. അതുകൊണ്ട് ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസനയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ സമീപത്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കഠിനഹൃദയൻ്റെ ദുരന്തവും അനുദപിക്കുന്നതിൻ്റെ ശുഭാപ്തി വിശ്വാസവും നമുക്കവിടെ കാണാണ്ട് കഴിയും.
ഒരുത്തൻ പറഞ്ഞത്, നീ ക്രിസ്തുവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാൻ, ഞങ്ങളെ രക്ഷിക്കുക എന്ന് പറഞ്ഞു. ഒരു കള്ളൻ എന്ത് ചെയ്തു? കർത്താവിനെ ആ നിലയിൽ ദൂഷിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജീവിതത്തിൽ ഒരു ആസന്ന വേള അവന് സംഭവിച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ അവന് അത് രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ ഇതരൻ എന്ത് ചെയ്തു? ഇതരന് അത് അവൻ്റെ കുറ്റത്തെക്കുറിച്ച് മനസ്സിലായി. അവൻ മറ്റേ കള്ളനോട് പറയുന്നുണ്ട്, നാമോ ന്യായമായിട്ടുള്ള ശിക്ഷ അനുഭവിക്കുകയാണ്, ഇവൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, അവൻ ആരാണ്? അവൻ കർത്താവാണ്, രക്ഷിതാവാണെന്നുള്ള ബോധ്യം, ചിന്തയും അവന് എന്ത് ചെയ്തു? ഉണ്ടായെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അനുദപിച്ച കള്ളന് എന്ത് ചെയ്തു? അത് രക്ഷ ലഭിച്ചതായ ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയുന്നത്. വളരെ ശ്രദ്ധിച്ചു പഠിച്ചാൽ ഈ ഭാഗത്തു നിന്ന് ചില ചിന്തകൾ നിങ്ങളോട് ചേർന്ന് ചിന്തിക്കാം എന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. വളരെ ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത്, തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കുക എന്ന് പറഞ്ഞു. അവനെ ദൂഷിച്ചു. എന്നാൽ മറ്റവൻ എന്ത് ചെയ്തു? മറ്റവൻ അവനോട് പറയുകയാണ്, നമ്മൾ സമശിക്ഷാവിധിയിൽ തന്നെയാണ്, സമശിക്ഷാവിധിയിലായിരിക്കുന്നവരാണ്. എന്നാൽ ഈ നിലയിൽ ഒന്നാമത്തെ നമ്മൾ വായിക്കുന്ന അവർ എന്ത് ചെയ്തു? അവനെ പരിഹസിച്ചു, അവനെ നിന്ദിച്ചു, റിബീക്ക് ചെയ്തതായിട്ട് നമ്മൾ വായിക്കാൻ കഴിയും. അതാണ് നമുക്ക് 41-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, നാം ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്, ഇവനും അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ നമുക്ക് ആ നിലയിൽ അവരുടെ ഒരു പ്രത്യേകമായ പദപ്രയോഗം കാണാൻ കഴിയും. എന്താണ്? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതാണ് നമുക്ക് കിട്ടുന്നത്, എന്നാൽ നമ്മുടെ മധ്യത്തിൽ കിടക്കുന്ന ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ആ നിലയിൽ 42-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ അതിൽ ഒരുവൻ എന്ത് ചെയ്തു? ഇവന് യേശുവിനെ തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹി റെക്കഗ്നൈസ്ഡ് ഹിം, അവനെ തിരിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് ഭൂമിയിലേക്ക് വന്ന, കാൽവറിയിലേക്ക് ക്രൂശിൽ കയറി നമുക്ക് വേണ്ടി 2 കള്ളന്മാരുടെ മധ്യത്തിൽ തൂങ്ങിക്കിടക്കുന്ന ആ കള്ളന്മാർ 2 പേരും ആദ്യം ദുഷിക്കുവാനിടയായി. എന്നാൽ അതിൽ ഒരുവൻ എന്ത് ചെയ്തു? അവൻ റെക്കഗ്നൈസ് ചെയ്തു, അവൻ തിരിച്ചറിഞ്ഞു, ഇവൻ ആരാണ്? ഇവൻ അരുതാത്തതൊന്നും ചെയ്യാത്തവനാണ് എന്ന് മാത്രമല്ല, അവൻ ആരാണ്? അവൻ യേശുവാണെന്നുള്ള തിരിച്ചറിവിനുണ്ടായി. അപ്പോൾ കർത്താവിനോട് അവൻ പറയുകയാണ്, 42-ാമത്തെ വാക്യം, പിന്നെ അവൻ യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. നോക്കുക, അവിടെ കർത്താവിനോട് അവൻ ആവശ്യപ്പെടുകയാണ്, യു റിമെമ്പർ മീ, നീ എന്നെ ഓർക്കണമേ. അപ്പോൾ നോക്കുക, ഇവിടെ അവരെന്ത് ചെയ്തു? അവർ ദുഷിച്ചു, റിബ്യൂക്ക് ചെയ്തു. 41-ാമത്തെ വാക്യം. 2, ആ റിബ്യൂക്ക് ചെയ്തവൻ, ദുഷിച്ചവൻ എന്ത് ചെയ്തു? അവരിൽ ഒരുവൻ ഈ യേശുവിനെ തിരിച്ചറിഞ്ഞു, റെക്കഗ്നൈസ് ചെയ്തു. 3, ആ റെക്കഗ്നൈസ് ചെയ്തവൻ, തിരിച്ചറിഞ്ഞവൻ യേശുവിന് പറയുകയാണ്, യേശുവേ, നീ എന്ത് ചെയ്യണം? എന്നെ ഓർക്കണം. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങൾ വേഗം നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ കള്ളനെ സംബന്ധിച്ച് കള്ളൻ്റെ ആ വിവേചനവരം ഈ 42-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവിൽ മറഞ്ഞിരിക്കുന്ന ആ രാജ്യത്വം അവൻ ദർശിപ്പാനായിട്ട് ഇടയായി തീർന്നു. 2 പേരും യേശുവിൻ്റെ ശിഷ്യന്മാരല്ല. 2 പേരും ആരാണ്? 2 പേരും കള്ളന്മാരാണ്, യേശുവിൻ്റെ ശിഷ്യന്മാരല്ല. പിന്നെ മരണം നേരിൽ കണ്ടവരാണ്. ആരൊക്കെ കണ്ടു? ഈ കള്ളന്മാർ കണ്ടു, ശതാധിപൻ കണ്ടു. അപ്പോൾ തന്നെ ഇവരെന്ത് ചെയ്തു? ഈ മരണം നേരിൽ കണ്ടവനാണ്. അവരെന്ത് ചെയ്തു? അവരിൽ ഒരുവൻ എന്ത് ചെയ്തു? ദൈവത്തെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി വളരെ അസ്വസ്ഥനായി തീരുവാനിടയായി. അതോടൊപ്പം തന്നെ അവൻ അനേക വിദ്വേഷം നേരിടേണ്ടതായിട്ട് വന്നു. അവൻ വിക്ഷോഭിതനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. അനേക നീരസങ്ങൾ എന്ത് ചെയ്തു? ഈ നിലയിൽ അവർക്കൊക്കെ മനസ്സിലാക്കാനായിട്ട്, യേശു അനുഭവിച്ചതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, ഈ കള്ളനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കള്ളൻ കേവലം
ചില മണിക്കൂറുകൾ മാത്രം, ഏതാണ്ട് 3 മണിക്കൂറാണ് ഈ യേശു ക്രൂശിൽ കടന്നത്. ഈ 3 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്തു? ഈ കള്ളൻ യേശുവിനെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഒന്ന്, അവൻ പറഞ്ഞു യേശുവേ എന്നാണ്. യേശു എന്ന് പറഞ്ഞാൽ രക്ഷിതാവെന്നാണ്. അവൻ യേശുവിനെ രക്ഷിതാവായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. ഞാനും നീയും കള്ളന്മാരാണ്. എന്നാൽ ഈ നടുക്ക് കിടക്കുന്നവൻ ആരാണ്? അവൻ കള്ളനല്ല. കള്ളന്മാരായ നമുക്ക് വേണ്ടി രക്ഷിതാവായിട്ട് വന്ന യേശുവാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കന്യക ജനനത്തോടുള്ള ബന്ധത്തിലും ഈ ദിവസങ്ങളിലെ ക്രിസ്മസ് ആഘോഷത്തോടുള്ള ബന്ധത്തിലും വിളിച്ചു പറയുന്നൊരു സന്തോഷം. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് യേശു എന്ന് പേരിടണം. യേശു എന്ന് പറഞ്ഞാൽ യേശു രക്ഷിതാവെന്നാണ്. ഈ കള്ളന വിവേചന വരമുണ്ടായി എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എത്രയോ വർഷങ്ങളായി നാം യേശുവിനെ കുറിച്ച് പാടുന്നു, കേൾക്കുന്നു, നാം സ്വന്തമായിട്ട് പ്രസംഗിക്കുന്നു. എന്നാൽ യേശുവുമായിട്ട് നമ്മുടെ ബന്ധം എങ്ങനെ ഇരിക്കുന്നു? യേശു നിൻ്റെ ഹൃദയത്തിലേക്ക് രക്ഷിതാവായിട്ട് വന്നിട്ടുണ്ടോ? യേശു നിൻ്റെ ഹൃദയത്തിലേക്ക് മശീഹയായിട്ട് വന്നിട്ടുണ്ടോ? യേശുവിനെ നിനക്ക് രക്ഷിതാവായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഈ കള്ളൻ കേവലം 3 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്തു? യേശുവിനെ തിരിച്ചറിയാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ കള്ളനൊരു വലിയ വ്യത്യാസം ഉണ്ടായി. എന്താ അറിയാമോ? അവനൊരു റിപ്പൻറ്റൻസ്, അവരൊരു മാനസാന്തരം ഉണ്ടായി. 41-ാമത്തെ വാക്യം അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളോ? നാം പ്രവർത്തിച്ചതിന് യോഗ്യമായിട്ടുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുകയാണ്. നാം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ നാം അനുഭവിക്കുകയാണ്. എന്നാൽ യേശു നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷയ്ക്ക് വേണ്ടിയാണ് മരിക്കുന്നത്. ഈ തിരിച്ചറിവ്, ഈ വിവേചനപരം 3 മണിക്കൂറിനുള്ളിലാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ കള്ളന്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ എത്രയോ വർഷങ്ങളായി ചിലർ പറയാറുണ്ട്, ഞങ്ങൾ ജന്മന ആരാണ്? ഞങ്ങൾ ക്രിസ്ത്യാനികളാണ്. ഞങ്ങൾ ജന്മന ക്രിസ്ത്യാനികളാണ്. എത്രയോ വർഷങ്ങളായിട്ട് ഞങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളാണ്. എന്നാൽ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് യേശുവിനെ തിരിച്ചറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ലയോ? യേശു ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലയോ? യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് അംഗീകരിക്കാനായിട്ട് മനസ്സില്ലല്ലോ. ഈ നമ്മുടെ വാഗുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയും. എന്നാൽ ഈ വാഗുകൊണ്ട് യേശുവെ നീ എൻ്റെ രക്ഷിതാവാണെന്ന് പറഞ്ഞ് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിപ്പാൻ ഇതുവരെ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എത്രയോ ദുഃഖകരമായ കാര്യമാണ്. എത്രയോ ക്രിസ്മസ് കഴിഞ്ഞുപോയി, എത്രയോ ഈസ്റ്ററുകൾ കഴിഞ്ഞുപോയി. ഇന്നും നിങ്ങൾ ഈ യേശുവിനെ നിങ്ങളുടെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ മശീഹയായിട്ട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഈ കള്ളനിൽ നിന്നും എത്രയോ വിഭിന്നതയാണ്. ഈ കള്ളന് എന്ത് ചെയ്തു? കള്ളനൊരു അനുതാപം ഉണ്ടായി. അവന് മനസ്സിലായി, ഞാൻ ആരാണ്? ഞാൻ കൊള്ളരാത്തവനാണ്. ഞാൻ ന്യായമായിട്ടുള്ള ശിക്ഷയാണ് അനുഭവിക്കുന്നത്. ഞാൻ ചെയ്ത പിടിച്ചുപറി, ഞാൻ ചെയ്ത കൊള്ള, ഞാൻ കണ്ടെടുത്ത കാര്യങ്ങൾ, ഇതിനെല്ലാം എന്ത് ചെയ്യുന്നത്? ഇതെല്ലാം പാപത്തിൻ്റെ ചിത്രങ്ങളാണ്. ഈ പാപത്തിൻ്റെ കാര്യത്തിന് വേണ്ടിയാണ് ഈ ഞങ്ങളുടെ 2 പേരുടെയും നടുക്ക് കിടക്കുന്നവൻ ക്രൂശിതനായി തീർന്നത്. അവൻ എന്ത് ചെയ്തു? അവന് ആ വിവേചനപരം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവന് എന്ത് ചെയ്തു? അവൻ ഒന്നാമത് മനസ്സിലായി, യേശു ആരാണ്? യേശു രക്ഷിതാവാണ്. രണ്ടാമതായിട്ട് മനസ്സിലാക്കുന്നത് എന്താണെന്നറിയാമോ? 42-ാമത്തെ വാക്യം, നീ രാജ്യത്വം പ്രാപിച്ചു വരുമെന്ന് ഞാൻ അറിയുന്നു. നോക്കുക, യേശു കർത്താവെന്ന് മാത്രമല്ല, അവനോട് പാപങ്ങൾ ഏറ്റുപറയുന്നവന് എന്ത് ചെയ്തു? അവൻ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി അവനെ എന്ത് ചെയ്തു? അവനെ മകനാക്കി മകളാക്കി തീർക്കുന്ന കർത്താവാണെന്ന് ഉള്ള വിവേചന വരം 3 മണിക്കൂറിനുള്ളിൽ കള്ളന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഈ വിവേചന വരം ഉണ്ടായിട്ടുണ്ടോ? വർഷങ്ങൾ എത്ര കഴിഞ്ഞു? ഇല്ലായെങ്കിൽ എത്രയോ ലജ്ജാകരമാണ്. തീർന്നില്ല, അതുകൊണ്ട് കാര്യമാകുന്നില്ല. ഇവിടെ നമ്മൾ വായിക്കുന്നത് അതിന് തക്കതായ ശിക്ഷ നമ്മൾ ലഭിക്കും. നീ മനസ്സിലാക്കിയിട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിന് തക്കതായ ശിക്ഷ നിന്റെ മേൽ വരാനായിട്ട് പോവുകയാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1, എന്ത് ചെയ്തു? യേശുവേ എന്നവൻ വിളിച്ചു. 2, നീ രാജാവാണെന്ന് അവൻ മനസ്സിലാക്കി. പ്രിയപ്പെട്ടവരെ, കള്ളൻ്റെ വിവേചനപരത്തിൽ 2-ാമത്തെ കാര്യം, യേശു ആരാണ്? യേശു രാജാവാണെന്ന് മനസ്സിലാക്കി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന്
അതേ ആ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിങ്കിൽ വന്ന് വിദ്വാൻമാർ ചോദിച്ചപ്പോൾ ഹെരോദാവ് ഞെട്ടി. അവനല്ലാതെ വേറൊരു രാജാവില്ല. അവൻ പറഞ്ഞു, അതെ, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, ഇവിടെ അങ്ങനെ ഒരാൾ ജനിച്ചിട്ടില്ല. അപ്പോൾ നക്ഷത്രം പിന്നെയും അവരെ മുൻപോട്ട് കൊണ്ടുപോയി. അവരെ ആ കാലികൾ മേയുന്നതായ ആ പുൽക്കൂട്ടിലേക്ക്, കന്നുകാലിക്കൂട്ടിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് നക്ഷത്രം നിന്നു. അവിടെ എന്ത് ചെയ്തു? വൈജ്ഞാനികൾ, വിദ്വാൻമാർ അവിടെ നമ്മൾ വായിക്കുന്നത്, അവിടെ ചെന്ന് അവരെന്ത് ചെയ്തു? നിന്നു. ആ പുൽക്കൂട്ടിൽ ആ കന്നുകാലികൾ മേയുന്ന ആ സ്ഥലത്ത് കർത്താവ് യേശു ക്രിസ്തുവിനെ മറിയെ പ്രസവിച്ചിരിക്കുകയാണ്. നമ്മൾ വായിക്കുന്നത്, അതെ, അവരവിടെ ചെന്നു പൊന്ന്, മൂര്, കുന്തിരുക്കം മുതലായ വിശിഷ്ടമായ വസ്തുക്കൾ എന്ത് ചെയ്തു? കാഴ്ചവെച്ച് അവനെ ആരാധിച്ചു എന്ന് വായിക്കുന്നു. നോക്കുക, നമ്മുടെ കർത്താവിൻ്റെ ജന്മസമയത്ത് തന്നെ വിദ്വാൻമാർ അവനെ ചെന്ന് എന്ത് ചെയ്തു? കണ്ട് ആരാധിച്ചു. പൊന്ന്, മൂര്, കുന്തിരുക്കം, അവന് ആരാണ്? അവൻ രാജാവാണ് എന്നുള്ള കാര്യം അവനെ ഓർപ്പിക്കുകയാണ്. അവൻ പുരോഹിതനാണെന്നുള്ള കാര്യം ഓർപ്പിക്കുകയായിരുന്നു. അവൻ മശിഹയായിട്ട് വരുമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് പൊന്നും, മൂരും, കുന്തിരുക്കവും, ഈ 3 കാര്യങ്ങളും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 3 പദവികളെ കാണിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് ഭാവിയിൽ ആരാകാൻ പോകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കി വിദ്വാൻമാർ അവൻ്റെ മുമ്പാകെ വണങ്ങി നമസ്കരിച്ച് അവനെ കാഴ്ചയർപ്പിച്ച് അവനെ നമസ്കരിച്ചു എന്ന് വായിക്കുന്നു. അപ്പോൾ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആരാണ്? അവൻ രാജാവാണെന്നുള്ള തിരിച്ചറിവ് ഈ വിദ്വാൻമാർക്കുണ്ടായതുപോലെ തന്നെ കള്ളനുണ്ടാകുവാനിടയായി. കള്ളന് കേവലം 3 മണിക്കൂറുള്ള പരിചയമാണ്. അവൻ രാജാവാണെന്ന് മാത്രമല്ല, അവൻ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ എന്ന് പറയുന്നു. നീ രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മടങ്ങി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു എന്ത് ചെയ്തു? അവൻ മടങ്ങി വരുന്നവനാണ് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സെക്കൻഡ് കമ്മിങ് ആ കാര്യവും അവൻ മനസ്സിലാക്കി. 1-ാമത്തെ വരവിൻ്റെ ലക്ഷ്യം പാപികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അധർമ്മികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. കള്ളന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. കൊലപാതകന്മാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. വ്യഭിചാരികളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അധർമ്മ പ്രവൃത്തികൾ ചെയ്യുന്നവരെ രക്ഷിക്കുക എന്നുള്ളതാണ്. ഇവിടെ ദുഷ്പ്രവൃത്തിക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ 1-ാമത്തെ കാര്യത്തിൽ എന്ത് ചെയ്തു? അതെ, ഈ കള്ളന് മനസ്സിലായി, ഈ തൂക്കിയ ദുഷ്പ്രവൃത്തിക്കാരായ ഞങ്ങൾക്ക് വേണ്ടി കൂടിയാണ് യേശു 1-ാമതായിട്ട് ഭൂമിയിൽ ജനിച്ചെന്നുള്ള കാര്യം മനസ്സിലാക്കുവാനും യേശുവിനെ അവർ അംഗീകരിക്കുവാനായിട്ട്, യേശുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുവാനായിട്ട് അവിടെ നിന്നിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, 2-ാമത് യേശു രാജാവാണെന്ന് മനസ്സിലാക്കി. 3 രാജാവായെന്ന് മനസ്സിലാക്കിയവൻ എന്ത് ചെയ്തു? പിന്നീട് ഒരു സ്റ്റെപ്പ് കൊണ്ട് മുമ്പോട്ട് വയ്ക്കുകയാണ്. എന്താണെന്നറിയാമോ? അവൻ രാജാവാണെന്ന് മാത്രമല്ല, അവൻ ഈ ഭൂമിയിൽ രാജ്യത്വം നടത്തുവാൻ, രാജ്യഭരണം നടത്തുവാൻ അവൻ മടങ്ങി വരുന്നവനാണെന്നുള്ള സത്യം കൊണ്ട് മനസ്സിലാക്കി. അപ്പോൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ 2-ാമത്തെ വരവ് അവൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, എത്ര ക്ഷണീയമായ സമയത്തിനുള്ളിലാണ് ഈ വിധമായ സത്യങ്ങൾ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനും നിങ്ങൾ എത്രയോ വർഷങ്ങളായി നമുക്കൊരു പൈതൃകമുണ്ട്, ഒരു ക്രൈസ്തവ പൈതൃകമുണ്ട്. എന്നാൽ ആ പൈതൃകത്തിൽ തന്നെ നിന്നുകൊണ്ട് ഈ യേശുവിനെ നിങ്ങളുടെ മശിഹയായിട്ട്, രക്ഷിതാവായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ യേശു രാജാവാണെന്ന്, അല്ലെങ്കിൽ രാജ്യത്വം പ്രാപിച്ച് അവൻ രാജ്യഭരണം ഏറ്റെടുക്കാൻ വരുന്നവനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ അതാണ് നമ്മെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം. മാത്രമല്ല, അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമെന്നാണ്. ശ്രദ്ധിച്ചു വായിച്ചാൽ ഞങ്ങളെ ഓർക്കണം എന്നുള്ള ഒരു യാചന അവിടെ കാണാൻ കഴിയുന്നില്ല. പാപത്തിൻ്റെ മോചനം കൂട്ടയാചനയിലൂടെയല്ല, കൂട്ടപ്രാർത്ഥനയിലൂടെയല്ല. ഞങ്ങളെ ഓർക്കണമേ, ഞങ്ങളെ ഓർക്കണമേ എന്നല്ല, പിന്നെയോ എന്നെ ഓർക്കണമേ. അങ്ങനെ വ്യക്തിപരമായിട്ട് ആര് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് ഉപേക്ഷിക്കുന്നോ അവർക്കാണ് പാപങ്ങളുടെ മോചനം ലഭിക്കുന്നത്. വെള്ളത്തിൽ പാടാനും വെള്ളത്തിൽ പൂട്ടാനും കൂട്ടത്തിൽ പാടാനും എല്ലാവർക്കും അറിയാം. എന്നാൽ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഈ കള്ളൻ നമുക്കൊരു മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ കള്ളൻ എന്ത് ചെയ്തു? കള്ളൻ പറയാണ്, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശുവിൻ്റെ എന്താ പറഞ്ഞറിയാമോ? യേശുവിനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിലിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നത് പറഞ്ഞു. നോക്കുക, അവസാന മണിക്കൂറുകളിലും എന്ത് ചെയ്തു?
യേശു ഒരു കള്ളന് പറുദീസയിലേക്ക് പ്രവേശനം നൽകിയിട്ടാണ് തൻ്റെ ആത്മാവിനെ എന്ത് ചെയ്തത്? അത് പിതാവിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് തലചായ്ച്ച് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിച്ചത്. ഇവിടെ ഈ കള്ളൻ്റെ മാനസാന്തരമാണ് 41-ാമത്തെ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ മാനസാന്തരം മാത്രമല്ല, അവനൊരു വിശ്വാസമുണ്ടായി. അതാണ് 42-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ച് വരും. അപ്പോൾ ആ വിശ്വാസം അവനുണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. മാത്രമല്ല, അത് മറ്റൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് എന്നെ ഓർക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ട് അവന് റിക്വസ്റ്റ് ചെയ്തു, എന്നെ ഓർക്കണം. കർത്താവ് പറഞ്ഞത്, നീ തീർച്ചയായിട്ടും എന്നോടുകൂടെ പറുദീസയിലിരിക്കും. യേശുവിൻ്റെ അവസാന നിമിഷത്തിലും ഈ കള്ളന് പറുദീസ വാഗ്ദത്തം ചെയ്തുകൊണ്ട് കള്ളനുമായിട്ട് പറുദീസയിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ നമ്മെ ചിന്തിപ്പിക്കുന്ന മറ്റ് ഒരു കാര്യം വേഗത്തിൽ ഞാൻ ഓർപ്പിച്ചിവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു 3 കാര്യങ്ങളാണ് അവന് എന്ത് ചെയ്ത് പ്രോമിസ് ചെയ്തത്. അവൻ മാനസാന്തരപ്പെട്ടപ്പോൾ 3 കാര്യങ്ങൾ അവന് പ്രോമിസ് ചെയ്തു. ഒന്ന്, ബെസ്റ്റ് ടൈം, ഇപ്പോൾ എന്ന് പറയും, ടുഡേ. അവൻ പറയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. കർത്താവ് പറയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. അതെന്താണെന്നറിയാമോ? ബെസ്റ്റ് ടൈമാണ്, നല്ല സമയമാണ്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ രക്ഷയ്ക്കുള്ള സമയമാണിപ്പോൾ. ക്രൂശിലെ കള്ളൻ എന്ത് ചെയ്തു? അവൻ ആ ക്രൂശിൽ കടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, എന്നെ ഓർക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, അതേ കർത്താവേ, ഞാൻ അയോഗ്യനാണ്, ഞാൻ പാപിയാണ്, ഞാൻ കൊള്ളരുതാത്തവനാണ്, ഞാൻ പിടിച്ചുപറിക്കാരനായിരുന്നു, ഞാൻ കൊലപാതകനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ കള്ളനായിരുന്നു, എന്നാൽ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞു. അയോഗ്യനായി എന്നെ ഓർക്കണമെന്ന് അവൻ എന്ത് ചെയ്തു? അവൻ്റെ ഹൃദയംഗമായിട്ട് അവനെ പറയാനിടയായി. കർത്താവ് പറഞ്ഞു, എന്താ? ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ടുഡേ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ടൈം. മാത്രമല്ല, നമുക്കവിടെ കാണാണ്ട് കഴിയുന്നത്, അത് ഒരു നല്ല ഫ്രണ്ട്, നല്ല ഒരു ഫ്രണ്ടിനെ അവന് കിട്ടി, ബെസ്റ്റ് ഫ്രണ്ടിനെ കിട്ടി. അതാരാണ്? വിത്ത് മീ, എന്നോടുകൂടെ. നോക്കുക, എന്നോടുകൂടെ എവിടെ ഇരിക്കും? പറുദീസയിലിരിക്കുമെന്ന. അതെന്താണ്? ബെസ്റ്റ് പ്ലേസ്. ഈ 3 കാര്യം നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒന്ന്, ബെസ്റ്റ് ടൈം, ടുഡേ. ബെസ്റ്റ് ഫ്രണ്ട്, വിത്ത് മീ. ബെസ്റ്റ് പ്ലേസ്, അതെന്താ? പാരഡൈസ്, സ്വർഗം. ഈ സ്വർഗം ലഭിക്കുന്നതിനും ഈ നല്ല സ്നേഹിതനെ ലഭിക്കുന്നതിനും അത് നല്ല ഒരു സമയം അവന് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ കണ്ടെത്തുക, അവന് വിളിച്ചപേക്ഷിക്കേണ്ട സമയത്ത് വിളിച്ചപേക്ഷിക്കുക. കർത്താവായ യേശുക്രിസ്തു സക്കായിയോട് പറഞ്ഞ്, ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് ഞാൻ നിന്നോടുകൂടെ പാർക്കേണ്ടതാകുന്നു പറഞ്ഞു. അവൻ ഇറങ്ങി വന്നു. കർത്താവ് അവൻ്റെ ഭവനത്തിൽ ചെന്നു. കർത്താവിനോട് പറഞ്ഞത്, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ വന്നു. കള്ളനോട് പറഞ്ഞു, ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഇപ്പോഴാകുന്ന രക്ഷാ ദിവസം, ഇപ്പോഴാകുന്ന സുപ്രസാദ സമയം. അതുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ഇനി വെച്ച് മൂടി വയ്ക്കാൻ പാടില്ല. നമുക്ക് മുമ്പിൽ ഒരു മാതൃക, നമുക്ക് മുമ്പിൽ ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് കള്ളൻ നിൽക്കുകയാണ്. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറയുന്നില്ല എങ്കിൽ, നിങ്ങളുടെ പാപങ്ങളുമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വരുന്നില്ല എങ്കിൽ, നിങ്ങൾ പറുദീസയിൽ നിന്ന് അകലെയാണ്. എന്നാൽ നിങ്ങളെക്കാളൊക്കെ എത്രയോ നല്ലവനാണ് കള്ളൻ, അല്ലേ? അവൻ കള്ളനാണെങ്കിലും ഉള്ളു നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവൻ ഉള്ളം തുറന്നു. പാട്ടുകാരനും അതെങ്ങനെയാണ് പറഞ്ഞു, ഉള്ളം നീ മുഴുവൻ തുറന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ രാവിലെ സമയം നിങ്ങൾക്ക് ഈ യേശുവിൻ്റെ അടുക്കലേക്ക് വരാൻ സാധിക്കുമോ? ഉള്ളം നീ മുഴുവൻ തുറന്നു എന്ന് പറഞ്ഞ് അത് നമുക്ക് അവൻ്റെ അടുക്കിലേക്ക് വന്ന് അത് നമ്മുടെ കർത്താവിനെ നമ്മുടെ രക്ഷിതാവായി സ്വീകരിപ്പാനായിട്ട് കഴിയുമോ? രക്ഷിതാവിനെ കാണുക പാപി, നിൻ്റെ പേർക്കല്ലയോ ക്രൂസിന്മേൽ അത് തൂങ്ങുന്നത്. ആ തൂങ്ങിയത് നമുക്ക് വേണ്ടി, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി കാൽവറിയിലെ ക്രൂസിൽ തൂങ്ങി വാവിട്ട് നിലവിളിച്ച്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ന് അലറി കരഞ്ഞുകൊണ്ട് നമ്മൾക്ക് വേണ്ടി പ്രാണനെ വിടിഞ്ഞ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ
ഇതുവരെയും രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരാം. ഈ വർഷം തീരാൻ പോവുകയാണ്. ഇനി ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ വർഷം നമ്മൾ കടന്നു പോവുകയാണ്. നമ്മളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഇതിനു മുമ്പ് ആരെല്ലാം ഈ ഭൂമി വിട്ടു പോകും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അടുത്ത നിമിഷം നിങ്ങൾക്കുള്ളതാണെന്ന് പറയാനായിട്ട് സാധിക്കുമോ സ്നേഹിതരെ? മരണം നമ്മുടെ മുൻപിലുണ്ടാകും. അത് ശമൂവേലിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നത് അത് ഒരടി ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ആത്മീയ കാര്യമെല്ലാം നമ്മൾ ശരിയാക്കണം. മരണാനന്തരം നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു വയോധികനായ ശിമ്യോൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം ഈ യോസേഫും മറിയയും കൂടെ ആ യെരൂശലേം ദേവാലയത്തിലേക്ക് ചെന്നപ്പോൾ വയോധികനായൊരു ശിമ്യോനെ അവൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇസ്രായേലിൻ്റെ രക്ഷിതാവും ഇസ്രായേലിൻ്റെ ആശ്വാസകനുമായിരിക്കുന്ന രക്ഷിതാവിനെ നോക്കി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതെ മറിയയും യോസേഫും വന്നു. അത് 2 കുറുമ്പ്രാവുമായിട്ടാണ് വന്നത്. അത് ആ സമയത്ത് ശിമ്യോൻ്റെ കയ്യിലേക്ക് അത് യോസേഫും മറിയയും ഈ കുഞ്ഞിനെ ഏൽപ്പിച്ചു. അവൻ 2 കൈ കൊണ്ടും ആ ശിമ്യോൻ ആ കുഞ്ഞിനെ വാങ്ങി. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ അയക്കണം. സകല ജാതികൾക്കും ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അവിടെ നമ്മൾ വായിക്കുന്ന, ഇപ്പോൾ എന്നെ സമാധാനത്തോടെ അയച്ചാലും ഇനി ഞാൻ മരിച്ചാലും വേണ്ടുകയില്ല. കാരണം എൻ്റെ രക്ഷിതാവിനെ ഞാൻ കണ്ടു. ഇസ്രായേലിൽ നിന്ന് മാത്രമല്ല, സകല മനുഷ്യവർഗത്തിൻ്റെയും രക്ഷിതാവായ കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ കൈ കൊണ്ട് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിരിക്കുന്നു. ഇനി എന്നെ സമാധാനത്തോടെ വിട്ടയച്ചാലും. യേശുവിനെ ആര് കൈക്കൊള്ളുന്നോ, യേശുവിനെ ആര് കണ്ണുകൾ കൊണ്ട് നോക്കുന്നു, അവർക്കെന്തുണ്ട്? അവർക്ക് സമാധാനമുണ്ട്, അവർക്ക് രക്ഷയുണ്ട്. തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും ദൈവമക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1:12 വാക്യം. ആകയാൽ ഞാൻ എൻ്റെ ഇവിടെ ഉപസംഹരിക്കട്ടെ. അതിനു മുമ്പായിട്ട് നിങ്ങൾ യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുമോ? നിങ്ങൾക്ക് യേശുവിനുമായിട്ട് പരിചയം ഉണ്ടായിരിക്കാം, യേശുവിനെക്കുറിച്ച് പാടുന്നവരായിരിക്കാം, പ്രസംഗിക്കുന്നവരായിരിക്കാം. എന്നാൽ ഈ യേശുവിനെ നിങ്ങളുടെ വ്യക്തിപരമായിട്ട് രക്ഷിതാവായി കർത്താവായിട്ട് സ്വീകരിപ്പാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കൊരു മാനസാന്തരപ്പെട്ട് വിശ്വാസത്തോടുകൂടി യേശുവിൻ്റെ അടുക്കൽ വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ വന്നാൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് ടൈം, ഒരു ടുഡേ, ഇന്നത്തെ സമയം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾക്കും കിട്ടും. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതായിട്ട്, ഒരു ബെസ്റ്റ് പ്ലേസ്, പാരഡൈസ് നിങ്ങൾക്ക് ഓഫർ കർത്താവ് ചെയ്യും. ഈ ഓഫർ നിങ്ങൾക്ക് വേണമോ എങ്കിൽ നിങ്ങൾ യേശുവിൻ്റെ അടുക്കിലേക്ക് വരിക. ഈ കള്ളൻ പറഞ്ഞ പോലെ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് യേശുവിനെ വ്യക്തിപരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് രക്ഷിക്കപ്പെടുവാനും സ്വർഗരാജ്യത്തിൻ്റെ അംഗമായി തീരുവാനും കഴിയും. ഈ അനുദപിച്ച ദുഷ്പ്രവൃത്തിക്കാരനായിരിക്കുന്ന കള്ളന് അത് ലഭിച്ചെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കർത്താവുമായിട്ട് ബന്ധപ്പെടുക. കർത്താവ് അതിനായിട്ട് നിങ്ങളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയൊരു നാമം ഇന്നുപോലെ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.
ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ചെങ്കടലിൽ നീ എന്നു പാത തെളിച്ചു, മരുവിൽ മക്കൾക്ക് മന്ന പൊഴിച്ചു. എരിവെയിലിൽ മേഘത്തണലായി, ഇരുളിൽ സ്നേഹനാളമായി, സീനായ് മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങേ തിരുഹിതം ഭൂമിയിൽ എന്നെന്നും നിറവേറണമേ. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. മനുജനായി ഭൂവിൽ അവതരിച്ചു, മഹിയിൽ ജീവൻ ബലി കഴിച്ചു. തിരുനിണവും ദിവ്യഭോജ്യവുമായി ഈ ഉലകത്തിൻ ജീവനായി, വഴിയും സത്യവുമായവനെ നിൻ തിരുനാമം വാഴ്ത്തുന്നു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം.